ശക്തി തെളിയിക്കേണ്ടത് സ്വന്തം പാർട്ടി ഓഫീസിന്റെ മുറ്റത്തല്ല. ഒരു കള്ളനെ കൂട്ടുപിടിച്ച് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഒരു IPS കാരി ശ്രമിക്കുന്നു. നമ്മുടെ പാർട്ടിയുടെ ശക്തി തെളിയിക്കേണ്ടത് അവളുടെ വീട്ടുമുറ്റത്താണ്. കള്ളന്റെ കാമുകി മൂദേവി ഞങ്ങളുടെ മന്ത്രിയെ തൊട്ട് കളിച്ചാൽ നമുക്കിന്ന് കുറെ രക്തസാക്ഷികളെ കൂടി കിട്ടും. കള്ളന്റെ കാമുകന്റെ തന്തയാണ്. പന്തപ്പൊടിക്കൊണ്ട് വന്നിരിക്കുന്നു. വന്നിരുന്നു. എന്റെ തോക്കെടുത്ത് ഞാൻ അറിയാതെ സാർ ഇതെന്തോ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം സാർ. സോറി സാർ. താൻ കലക്കി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഒറ്റ അടിക്ക് 4 എണ്ണത്തിലല്ലേ കാച്ചത്. എന്താടി നിന്റെ IPS ജാടയൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ. 4 പേരെ കൊന്ന കേസിലെ പ്രതിയല്ലേ, അതാ അതൊക്കെ ഒരു വിമ്മിട്ടം. വയ്ക്കോ നീ എവിടം വരെ പോകുമെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്നെ ഇവിടെ ഇട്ട് പിച്ച് കീറുന്നത് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഒരു അക്ഷരം നീ മെഡിക്കൽ മന്ത്രിക്ക് തിരിയാന്ന് നോക്കില്ല. എന്റെ കൊലവള്ളി ഞാൻ പറഞ്ഞെടുക്കും. അടിച്ച് കൊല്ലണാളെ. മാഡത്തിന്റെ കാറാണല്ലോ. ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത്. അടിച്ച് നിർത്ത്. കോളനിക്കാരുടെ ശ്രദ്ധയ്ക്ക് ലോറിയിൽ നിന്നിറങ്ങിയ എല്ലാവരും കതറിട്ടവരെ അടിച്ചോടിക്കുക. പോലീസുകാരെ ഒന്നും ചെയ്യരുത്, അവർ നമ്മുടെ ആളുകളാണ്. മോട്ടോർ സൈക്കിളിന് മുമ്പിൽ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് മാറി വെക്ക്. ഡോർ തുറന്നോ. മാഡം മാഡം ഇവിടെ ഇരിക്കൂ. ഇതിൽ കയറാം. നീ അവരെയും കൊണ്ട് പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ കയ്യിൽ മൈക്കുണ്ടല്ലോ.
ബൈക്ക് മുട്ടി കയ്യോ കാലോ തട്ടിക്കഴിഞ്ഞാൽ 10 പൈസ കിട്ടില്ല. ജീവനാണോ മാറി നിന്നോ? മാറിക്കണം. പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ അടിയുടെ ശക്തി പോരാ. എന്താ നിങ്ങൾക്ക് കവർ കാണുമ്പോ പേടിയാവുണ്ട? എടാ രണ്ടാള് പിന്നാക്കമ്മ, നിന്നൊരാൾ അടിക്കാൻ ഒരു ഒഴിഞ്ഞു മാറ്. ചക്കച്ചാമ്പറമ്മ ജോയ് അടിക്ക. ജോയ് പിന്നിലുള്ള ചവിട്ടണം. എടാ നീ ഇങ്ങോട്ട് തിരിഞ്ഞടിക്ക്, വലത് കാര്യം വെച്ച് ചവിട്ട്. ജോയ് നിന്റെ ഡീസിറ്റുള്ള അടി അസലാവുണ്ട്. SI ചവിട്ട്. ഇങ്ങനെ പിടിക്ക്, വലിച്ചെറിയാണ്. അടിക്കടാ. എന്നെ കല്ലെറിയുന്നത് എനിക്ക് പ്രശ്നമില്ല. അടിക്ക്. അയ്യോ എനിക്ക് പ്രശ്നമാടാ. എന്നെ കല്ലെറിയുന്നതാ തെണ്ടിനടിക്ക. അയ്യോ എന്നെ കല്ലെറിഞ്ഞാണ് ചവിട്ടാ പറ്റി. അങ്ങനെ കോളനിക്കാരുടെ മാത്രം ശ്രദ്ധയ്ക്ക് തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോറിയുടെ പിന്നിലേക്ക് വരുക. അവിടെ ഗ്ലൂക്കോസും നാരങ്ങ വെള്ളമുണ്ട്. അടി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ അവനവൻ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു. നമുക്ക് ഇനിയും പ്രോഗ്രാമുകളുണ്ട്. 27, 28, 29 ഇതേ പ്രോഗ്രാം പല സ്ഥലങ്ങളിലായി നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓടുന്നവരോടത്തെ അല്ലേ നിനക്കൊരു പ്രസന്റേഷൻ കിട്ടാ. നിനക്ക് ഒരു കഷണ്ടി തന്നെ ഉണ്ടാവില്ല. അവനപ്പോ മുടി വന്ന ഇനി നമുക്ക് ആഹ്ലാദിക്കാനുള്ള സമയമാണ്. എന്താ ഇവിടെ? ഒരു ഒളിവ് താവളം. കൊല്ലം നാട് മുഴുവൻ ആളുകൾ കാത്തു നിൽക്കുമ്പോ ഒളിക്കുന്നതാണ് ബുദ്ധി. ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. സാറിന് പേടിയുണ്ടെങ്കിൽ, എന്നെ വിശ്വാസമില്ലെങ്കിൽ ഈ നിമിഷം നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് പേടിയില്ല. ഹരിയെ വിശ്വാസമാണ്, മറ്റാരെക്കാളും. പക്ഷേ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയാൽ? അത്രേ ഉള്ളോ? അതൊക്കെ ഇങ്ങ് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഇത് വെറും വാക്കല്ല, സൂപ്പർമാന്റെ വാക്കാ. Shall I open it? Thank you. Come on. ഇതെന്താ ഇത്? കോഴി. അതെനിക്ക് മനസ്സിലായി. സാറല്ലേ പറഞ്ഞത് ഫ്രഷ് ചിക്കൻ വേണോന്ന്? ഇതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇക്കണക്കിന് ഡ്രസ്ഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ താൻ പാന്റും ഷർട്ടും ഇടിപ്പിച്ച ചിക്കൻ കൊണ്ടുവരുമല്ലോ. ഞാൻ നിക്കർ വരെ ഇടിപ്പിച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കൊച്ചുണ്ണി. ഇത് പിടിച്ചേ. നിക്കറൊക്കെ പോട്ടെ, ലിക്കർ വാങ്ങിച്ചോ? ഉച്ചയ്ക്ക് അടിക്കണ്ടേ, തിന്നണ്ടേ? വാ. എന്താ സാറ് ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. താങ്ക് യു. അവിടെ ഇരുന്നേ. പറഞ്ഞത് SI യോടല്ല, ദേ കമ്മീഷണറോടാ. അരിഞ്ഞോളൂ. IPS കാരി കഞ്ഞി വെക്ക്, അതും കള്ളന്. ഞാനും കൂടെ കൂടിയെന്ന് വെച്ച് എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? കള്ളന് കഞ്ഞി വെച്ചവരെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ടാൽ അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. എങ്ങനെയാ തോന്നുന്നത്? ഭക്ഷണമേ കണ്ടിട്ട് കുറെ കാലമായെന്നല്ലേ തോന്നുന്നത്. ഇങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് കഴിച്ചോണ്ടിരുന്നാ മതിയോ? ഹരിയുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞില്ല. അതെ, എനിക്കാണെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷനാ. ഇതേക്കുറിച്ച് ആലോചിച്ച് ആരും തലപുണ്ണാക്കണ്ട. സാറിന് ഈ കേസിന് ഞാൻ രക്ഷപ്പെടുത്തും. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റിന് ആരും അറിയാതെ വേഗം എത്തിക്കണം. ഓ, പറഞ്ഞല്ലോ, അത് ഞാൻ മറന്നുപോയി. എന്നാ പിന്നെ ഇത് മുടി കഴിച്ചോ. ഇതിവിടെ വച്ചേക്ക്, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇവിടെയാണ് സാറ് നിന്നിരുന്നത്. മഹസറിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ആളുകൾ കൂടി നിന്നിരുന്നത്. വെടിയേറ്റത് ഇവിടെ വെച്ചു. മൃതശരീരങ്ങൾ കിടന്നത് ഈ ഭാഗത്തുമാണ്. യഥാർത്ഥത്തിൽ നിറയൊഴിച്ചയാൾ ഇവിടെയായിരിക്കണം നിന്നിരുന്നത്. അതെ, മറ്റെവിടെങ്കിലും ആയിരുന്നെങ്കിൽ സാറിന് അയാളെ കാണാൻ കഴിയുമായിരുന്നു. ഇവിടെ നിൽക്കുന്നയാളെ ഇവിടെ നിന്നും നിറയൊഴിച്ചാൽ ഉണ്ടാകുന്ന മുറിവും ഇവിടെ നിന്നും നിറയൊഴിച്ചാൽ ഉണ്ടാകുന്ന മുറിവും വ്യത്യസ്തങ്ങളാണ്. അത് കോടതി തെളിയിക്കാൻ കഴിയില്ലേ? കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ നിറയൊഴിച്ചത് ആരാണെന്ന് വ്യക്തമായില്ലെങ്കിൽ ഈ തെളിവ് പ്രയോജനപ്പെടില്ല. വ്യക്തമാവും. എവിടെ പോയി ഒളിച്ചാലും ആ മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും സാർ. അല്ലട കൊച്ചുണ്ണി?